മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബാക്കിയുള്ള നമ്മളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാൻ പോവാണ്, സ്വർണ്ണ വിശേഷങ്ങളൊക്കെ അറിയാൻ പോവാണ്. സോ പ്രേക്ഷകർ എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ. പകുതി കടമുറിയിൽ തുടങ്ങിയതാണ് നമ്മളുടെ ഈ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തായാലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. സോ ആ മുന്നേറ്റത്തിൻ്റെ ആ ഒരു അടയാളമാണ് ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഷോറൂമും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ അതെവിടെയാണ്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? നമ്മുടെ രണ്ടാമത്തെ ഷോറൂം വരുന്നത് നമ്മുടെ തന്നെ സ്ഥലമായി, അതായത് ഞാൻ വളർന്നു വന്ന സ്ഥലം തന്നെയാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ ഇത് സ്ഥാപനം. എൻ്റെ സ്വന്തം ബ്രദറാണ്, പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അരീപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ, അവിടെയാണ് നമ്മുടെ ഒരു ഷോപ്പ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ആയിരുന്നു നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. എല്ലാം സൈലൻ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം കൂടുതൽ നമ്മൾ ഒരു വലിയൊരു സെറ്റപ്പിലോട്ടൊക്കെ നമ്മളൊന്നും കാണിക്കുന്നില്ല. കാര്യം എല്ലാം സൈലൻറ്റ് മതി, ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാര്യം നാളെ സമയത്ത് നമുക്ക് എന്താവും നമുക്ക് അറിയത്തില്ല അല്ലേ. ഒരു കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു എല്ലാവരും. ഇനി അടുത്തൊരു കൊറോണയാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നും നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊരു കാര്യങ്ങൾ സൈലൻ്റായിട്ട് പോവുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊരു കോട്ടയം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട് അടുത്ത് തന്നെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഈ ഒരു ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെഡ്ഡിംഗ് സെറ്റൊക്കെ ഏതൊരു റേറ്റ് മുതലാണ്, അല്ലെങ്കിൽ എത്ര പവൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് 2.5 പവൻ തൊട്ട് 2 പവൻ തൊട്ട് അതെ 2.5 പവൻ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ നാളായിട്ട് യൂട്യൂബേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മാമും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് നമ്മുടെ ഈ 2.5 പവൻ 2 പവൻ്റെ ഉണ്ട്, 3 പവൻ്റെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപയുണ്ട്. ഈ 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര ഐറ്റംസ് നമുക്ക് എന്തൊക്കെ എടുക്കാം. ചിലപ്പോൾ അവർ പറയും എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ കമ്മലും ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വളകളുണ്ട്, എനിക്ക് നെക്ലേസ് മാത്രം മതി. അപ്പോൾ ആ നെക്ലേസ് മാത്രം നമ്മൾ കീപ്പ് ചെയ്യും. ഇനി അതല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് 3 പവനിൽ എല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം. അതുപോലെ തന്നെ നമ്മളുടെ ഈ കസ്റ്റമേഴ്സ് പറയുന്ന ആ ഒരു ബഡ്ജറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ഗോൾഡ് കൊടുക്കത്തില്ലേ? അതെ അതെ. ഓക്കെ. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുവാണത് എനിക്ക് ഇതുപോലെ ഒരു ഐറ്റം വേണം എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുക്കും, നമ്മൾ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതിനകത്തൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്ക് നമ്മളുടെ ആ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണെങ്കിൽ തീർച്ചയായും നമ്മൾ പറഞ്ഞു കൊടുക്കും, മാക്സിമം ചെയ്ത് കൊടുക്കും. ഒരു 90% നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ. അപ്പോൾ കിഡ്സിന്റെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കിഡ്സിന്റെ എങ്ങനത്തെ ഉദ്ദേശിക്കുന്നത്? അതായത് ചെറിയ കൊച്ചു പിള്ളേരുടെയൊക്കെ കുട്ടികളുടെയൊക്കെ മാല നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 28 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ. അപ്പോൾ 56, 28 അല്ലെങ്കിൽ അതുപോലെയുള്ള ചടങ്ങുകൾക്ക് നമുക്ക് 2 ഗ്രാം തൊട്ടുള്ള മാലകളുണ്ട് കുട്ടികൾക്കുള്ള. അതുപോലെ തന്നെ അരഞ്ഞാണ് 1 ഗ്രാം 800 മില്ലി തൊട്ടുള്ളതുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. 1 ഗ്രാം 800 മില്ലിയുള്ള 2 ഗ്രാമിൻ്റെ തള. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പവനിൽ ഇതെല്ലാം കൂടി നിൽക്കുന്നത്. അതായത് ഈ ഒരു ഡെലിവറി ടൈമൊക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു ബഡ്ജറ്റൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഒരു വലിയൊരു ഇതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ട് 1 ഗ്രാം 800 മില്ലി തൊട്ടുള്ള അരഞ്ഞാണം, 2 ഗ്രാമിൻ്റെ തള, അതുപോലെ തന്നെ മാല 2 ഗ്രാമിൻ്റെ മാല, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്താണ് പേര്? അശ്വതി. ഇവിടെ തന്നെയാണോ വീട്? തുറവൂര്. അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ് കണ്ടു വന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരുന്നോ? സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരുന്നു.
മാക്സിമം ലോസ്റ്റ് ഗ്രാമിൽ മാക്സിമം കളക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കടകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഗോൾഡിന്. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി സെലക്ഷൻ കൂടുതലാണ്, അതുപോലെ മാക്സിമം കുറഞ്ഞ ഗ്രാമിൽ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വരുവാണല്ലോ. സോ അപ്പം എന്തായാലും കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് നമ്മൾ? നല്ല കസ്റ്റമർ സർവീസാണ്. കസ്റ്റമർ സർവീസ് നല്ലതാണ്. ഓക്കെ, അപ്പം ഒത്തിരി കളക്ഷൻസ് ഒക്കെ കണ്ടു. അപ്പം എന്തായിരുന്നു പർച്ചേസ് എന്തായിരുന്നു? കുട്ടിക്ക് ഒരു അരഞ്ഞാണോ തളയും വാങ്ങിക്കാനായിരുന്നു. ആണല്ലേ. ഓക്കെ, അപ്പം ഇനിയും അടുത്തൊരു പർച്ചേസ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമോ? ഷുവറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അടുത്ത സെഗ്മെന്റിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ബൈ.